നമസ്കാരം. വാർത്ത വായിക്കുന്നത് ശ്രീജ. ജൂലൈ 1 മുതൽ പോളണ്ടിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ നിയമങ്ങൾ. പ്രവാസികൾ അറിയേണ്ട പ്രധാന മാറ്റങ്ങൾ. പോളണ്ടിലെ സർക്കാർ പ്രഖ്യാപിച്ച നിയമപരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളവയാണ്. ഇതിൽ ചുവടെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ചുരുക്കമായി. 1. നവീകരിച്ച പ്രവാസി നിയമങ്ങൾ. യുവർഗം യങ് ടാലന്റ് നിയമം. യൂറോപ്യൻ യൂണിയനും വിദേശ രാജ്യങ്ങളും നിന്നുള്ള പ്രഗത്ഭ തൊഴിലാളികളെ ആകർഷിക്കാൻ പുതിയ നിയമങ്ങൾ രൂപപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി പ്രൊഫഷണൽ സ്കില്ലുകൾ, പഠനം അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോലികൾക്കുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. അനുമതി പ്രക്രിയ ലളിതമാക്കൽ. അനുമതി ലഭിക്കാൻ വേണ്ടിയുള്ള സമയപരിധി കുറയ്ക്കുകയും അനുമതി പുതുക്കലുകൾക്ക് ലളിതമായ നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്യും. 2. ജോലി അനുമതി വർക്ക് പെർമിറ്റ്. ഈ രാജ്യങ്ങളിലെ ജോലി അനുമതി നിയമങ്ങൾ കൂടുതൽ ലാഭകരമായി ഭേദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാസികൾക്ക് ജോലിയിൽ പ്രവേശനം എളുപ്പമാക്കാൻ എക്സ്പ്രസ് വീസകളും സെലക്ടീവ് വിസാവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭ്യമാകും. 3. ആത്മീയ പരിരക്ഷ അസിലം പ്രൊട്ടക്ഷൻ. യുയിൽ അഭയം ലഭിക്കുന്നതിനുള്ള പുതിയ മാർഗരേഖകളും മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാകും. സാമൂഹികവും സാമ്പത്തികവുമായ അപൂർവ സാഹചര്യങ്ങളുള്ള അഭയാർത്ഥികൾക്ക് മാത്രമേ അഭയം അനുവദിക്കുകയുള്ളൂ. 4. നിയമാനുസൃത താമസം ലീഗൽ റെസിഡൻസി. ഇയിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമപരമായ സുരക്ഷ ശക്തമാകും. നിയമപരമായ ഇടപെടലുകൾക്ക് കൂടുതൽ അനുകൂലമായ ചട്ടങ്ങൾ നടപ്പിലാക്കപ്പെടും. 5. വിമാനയാത്രകൾ. ഇയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വിമാനയാത്രകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ വന്നേക്കാം. ചില യാത്രകൾക്ക് അധിക ചെലവും ഉടൻ ബാധകമാകാം. 6. പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ. ഇയിലെ പ്രവാസി തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ, സുരക്ഷിത തൊഴിലിടം, അവധി, തൊഴിലാളി ന്യായതലങ്ങൾ എന്നിവയിൽ കൂടുതൽ സുതാര്യമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ഇത് ഒരു അടിസ്ഥാന നിരീക്ഷണമായാണ് ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ രാജ്യവും വ്യത്യസ്തമായ രീതിയിൽ ഈ നിയമങ്ങൾ പ്രയോഗിക്കും. അതിനാൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ നിയമങ്ങൾ പ്രത്യേകം പരിശോധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുക. ഈ താങ്കൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. 2025 ജൂൺ 1 മുതൽ പോളണ്ടിൽ നിലവിൽ വരുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസി തൊഴിലാളികൾക്കായുള്ള നിയമങ്ങൾ എല്ലാം വിശദമായി അറിയാം ഈ വീഡിയോയിൽ. സെക്ഷൻ 1. നിയമത്തിന്റെ പ്രധാന അംശങ്ങൾ. പുതിയ നിയമം 2025 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ നിയമം അനുസരിച്ച് ഇപ്പോൾ പോളണ്ടിലേക്ക് ജോലി ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ട്. 1 നോക്കാം. 1. ലേബർ മാർക്കറ്റ് ടെസ്റ്റ് ഒഴിവാക്കി. പല അവസരങ്ങൾക്കായി ഇനി തൊഴിൽ ഓഫർ പോളണ്ടിലെ ജോലിസ്ഥലങ്ങളിൽ ഒഫീഷ്യലായി പ്രഖ്യാപിക്കേണ്ടതില്ല. ചില സംരക്ഷിത തൊഴിൽ മേഖലകൾ പ്രാദേശിക ഭരണസംവിധാനങ്ങൾ നിർണ്ണയിക്കും. 2. ഡിജിറ്റൽ അപേക്ഷ മാത്രമേ അനുവദിക്കൂ. ഇനി മുതൽ എല്ലാ അപേക്ഷകളും ഓൺലൈനായിരിക്കും. അതായത് praca.gov.pl എന്ന പോർട്ടലിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പേപ്പർ അപേക്ഷകൾ നിരോധിച്ചിട്ടുണ്ട്. 3. തൊഴിൽ സമയത്തിനുള്ള നിയന്ത്രണങ്ങൾ. പൂർണ്ണ സമയതൊഴിലല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ദൈർഘ്യം 6 മാസം മുതൽ 1 വർഷം വരെ ആയിരിക്കും. കുറച്ച് നിബന്ധനകൾ കൂടി പാലിക്കേണ്ടതുണ്ട്. 4. മാറ്റങ്ങൾ സർക്കാർ അറിയിക്കേണ്ടതാണ്. ജോലി ആരംഭം, ജോലിസ്ഥലം മാറ്റം, കമ്പനിയിൽ നിന്ന് പുറത്താകൽ എല്ലാം 7 കുറയ്ക്കുക 15 ദിവസത്തിനുള്ളിൽ അധികൃതരെ അറിയിക്കണം. 5. സാമ്പത്തിക ഉറപ്പും സുരക്ഷയും നിർബന്ധമാണ്. അപേക്ഷിക്കുന്ന സ്ഥാപനത്തിന് സാമ്പത്തിക നിലയും സാമൂഹിക സുരക്ഷാ രജിസ്ട്രേഷനും തെളിയിക്കേണ്ടതുണ്ട്. 6. നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ. തൊഴിൽ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് 3000 മുതൽ 50,000 സലോരി വരെ പിഴയുണ്ട്. വിദേശ തൊഴിലാളികൾക്ക് 1000 മുതൽ 5000 സലോരി വരെ പിഴ. 7. മുൻഗണനയുള്ള അപേക്ഷകൾക്കും ഫാസ്റ്റ് ട്രാക്ക്. ശ്രമമേഖലയെയും ആവശ്യക്കാർ കൂടുതലുള്ള മേഖലകളിലെയും അപേക്ഷകൾക്ക് പ്രാഥമികത നൽകും. 8. റിമോട്ട് ജോലിയും അനുവദനീയമാണ്. പോളണ്ടില്ലാത്ത കമ്പനി തൊഴിലാളികൾക്ക് പോളണ്ടിൽ നിന്ന് ദൂരം ജോലി ചെയ്യാനും അനുമതി ലഭിക്കും. പക്ഷേ സ്ഥിര ജോലിക്ക് ഇത് ബാധകമല്ല. സെക്ഷൻ 2. ഉപസംഹാരം. 2025 ജൂൺ 1 മുതൽ പോളണ്ടിൽ ജോലിക്കായി പോകുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. ഇത് കൂടുതൽ ആധികാരികവും ഡിജിറ്റലും ആയിട്ടുള്ള സമീപനമാണെങ്കിലും അതോടൊപ്പം നിയമലംഘനങ്ങൾക്കും കനത്ത ജാഗ്രതയും വേണം. ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. യൂറോപ്പ് ഫർദർ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.